ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് കാൽച്ചുവടുകൾ വെക്കുവാൻ കർത്താവ് നമുക്കിടയാക്കിയല്ലോ. ദൈവം തൻ്റെ ആലോചനകളിലൂടെ നമ്മെ ഈ ഒരു സംവത്സരം മുഴുവനും നടത്തുകയും തൻ്റെ കൃപയ്ക്കുള്ളിൽ കാത്തു പരിപാലിക്കുകയും ചെയ്യുമാറാകട്ടെ. പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അകത്തുനിന്ന് ഒരു 5 മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുതുവത്സര സന്ദേശം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവസന്നിധിയിലിരുന്ന് കുറച്ച് സമയങ്ങൾ പ്രാർത്ഥിക്കുകയും തിരുവചനം ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രകാശിപ്പിച്ച് നൽകിയ 5 ചിന്തകൾ അത് നിങ്ങൾക്കും പ്രയോജനകരമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. ഞാനത് ആ ഒരു തിരുവചന സന്ദേശം ഞാൻ ശുശ്രൂഷിച്ച ആ ഒരു ഇടത്ത് നൽകിക്കൊടുത്തു. അത് നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ എങ്ങനെയാണ് പുതുവത്സരത്തെ ലോക ജനത വരവേറ്റതെന്ന്. മദ്യത്തിലും ആഘോഷത്തിലും ക്ലബ്ബുകളിലും പബ്ബുകളിലും ഡാൻസ് ബാറുകളിലും ബീച്ചുകളിലുമൊക്കെയായി അവരതിനെ വരവേൽക്കുകയുണ്ടായി. എന്നാൽ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നുമില്ലാതെ തികഞ്ഞ ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും ദൈവികമായ സന്തോഷത്തിലും അതിനെ വരവേൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഞാൻ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വേദഭാഗം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ആ വാക്യം 430 വർഷത്തെ പ്രവാസത്തിന് ശേഷമായി അടിമത്തത്തിൽ നിന്ന്, കഠിനമായ നുഖത്തിൽ നിന്ന് തൻ്റെ ജനമായ ഇസ്രായേലിനെ ദൈവം മിസ്രൈമ്യ ദൈവങ്ങളുടെ മേൽ ന്യായവിധി അയച്ച് പുറപ്പെടുവിച്ചപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവരുടെ ചരിത്രത്തെ ദൈവം മാറ്റി അവർക്ക് ദൈവം പുതിയൊരു കലണ്ടർ തന്നെ നൽകി കൊടുത്തു. എനിക്കത് വളരെ അത്ഭുതകരമായിട്ട് തോന്നി. കാരണം ദൈവത്തിന് സ്തോത്രം, ദൈവം അവരുടെ കലണ്ടർ മാറ്റി, ദൈവം അവരുടെ ചരിത്രം മാറ്റി. എനിക്കൊന്ന് മിസ്രൈമിൻ്റെ കലണ്ടർ തന്നെ ദൈവം നീക്കി ഇസ്രായേലിന് പുതിയൊരു കലണ്ടർ ദൈവം നൽകി കൊടുത്തു. എല്ലാ കാലത്തും ദൈവം തൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ അകത്ത് പുതിയതൊന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പഴയ കാലങ്ങളെയെല്ലാം മറന്ന് അടിമത്തത്തിൻ്റെ കാലങ്ങളെയും അതുപോലെ തന്നെ നുഖത്തിൻ്റെ കാലങ്ങളെയും എല്ലാം മറന്നുകൊണ്ട് പുതിയൊരു യുഗത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് കാൽച്ചുവടുകൾ വെക്കുവാൻ ദൈവം എല്ലായ്പ്പോഴും തൻ്റെ ജനത്തെ ശക്തീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ചില ചിന്തകൾ കർത്താവ് നമുക്ക് നൽകി തരട്ടെ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെറുതെ നീട്ടിക്കൊണ്ടു പോകാനായിട്ടല്ല, വളരെ വേഗത്തിൽ 5 ചിന്തകൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ മുഴുവനും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു വർഷം മുഴുവനും ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നാൽ നമ്മുടെ ആത്മീക ബലത്തിനും പ്രചോദനത്തിനും ഇടയായി തീരും. മനസ്സിൻ്റെ പലകയിൽ തന്നെ ഇതിനെ എഴുതി വെച്ച് കരുതി ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ ജനത്തെ 430 സംവത്സരത്തെ അടിമത്തത്തിൽ നിന്ന് അവരെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നറിയാമോ? അവരുടെ കലണ്ടറിനെ ദൈവം അങ്ങ് മാറ്റി. കാരണം യഹോവയാം ദൈവം ഇസ്രായേലിനോട് പറയുകയാ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ, ഈ മാസം, അതായത് ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കാനായിട്ട് പോകുന്ന ഈ മാസം നിങ്ങളുടെ ആണ്ടിൻ്റെ 1-ാമത്തെ മാസമായിരിക്കണം. അത് വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. എനിക്ക് അത്ഭുതമായിട്ട് തോന്നി. നോക്കിക്കേ, ആ പഴയ കഷ്ടതയുടെ കലണ്ടർ, ആ പഴയ നുഖത്തിൻ്റെ കലണ്ടർ, ആ പഴയ അടിമത്തത്തിൻ്റെ കാലഘട്ടങ്ങൾ ദൈവം മാറ്റി അവർക്കൊരു പുതിയ കലണ്ടർ നൽകി. ഒരു പുതിയ വർഷത്തിലേക്ക് വരുമ്പോഴും നമ്മളും കലണ്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ കലണ്ടർ നമ്മളൊന്ന് തിരിച്ചിടാറുണ്ടല്ലേ? എന്തിനാണ് നമ്മളിത് തിരിച്ചിടുന്നത്? പഴയ വർഷം കഴിഞ്ഞു, പഴയത് പലതും നമ്മൾ ഓർക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇനി നമ്മൾ പുതിയതിലേക്ക് പോവുകയാണ്. പുത്തൻ ചുവടുവെപ്പുകൾ, പുതിയ പ്രതീക്ഷകൾ, അങ്ങനെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. അവർക്ക് നൽകി കൊടുത്ത കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹൂദൻ്റെ ചരിത്രമൊക്കെ ഇങ്ങനെ വിളമ്പി ആ ചരിത്രങ്ങൾ നിങ്ങളോട് പറഞ്ഞ് വെറുതെ സമയം കളയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ചില ആത്മീക ദൂതുകൾ, ചിന്തകൾ ഉറപ്പായും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. ഞാൻ എല്ലാ കാലവും എപ്പോഴും ഞാൻ പുതിയ നിയമം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ നിഴലാണ്.
അതിൻ്റെ പൂർത്തീകരണമാണ് ക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ചില ചിന്തകൾ കർത്താവ് നൽകിത്തരും. ഈ ഒരു വർഷം മുഴുവനും മനസ്സിൽ കരുതേണ്ടുന്ന 5 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഒന്നാമത്തേത്, യഹോവയാം ദൈവം അവരോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഈ 1-ാം മാസത്തിൻ്റെ 14-ാം തീയതി നിങ്ങൾ 1 വയസ്സുള്ള ഊനമില്ലാത്ത ചെമ്മരിയാടാകാം, കോലാട്ടുകൊറ്റനാകാം, അതിനെ നിങ്ങൾ എടുത്ത് സന്ധ്യാസമയത്ത് നിങ്ങൾ അതിനെ അറക്കണം. അറുത്തിട്ട് അതിൻ്റെ മാംസം നിങ്ങൾ ചുട്ടു തിന്നണം. ശേഷമായി അതിൻ്റെ രക്തമെടുത്തിട്ട് കട്ടളമേലും കുറുമ്പടിമേലും നിങ്ങൾ പുരട്ടണം. കാരണം അർദ്ധരാത്രിയിൽ സംഹാരകൻ മിസ്രയീം ജനത്തിൻ്റെ ആദ്യ ജാതന്മാരെ സംഹരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം ആ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കും, നിങ്ങളെ ദണ്ഡിപ്പിക്കത്തില്ല. സത്യത്തിൽ 1 വയസ്സുള്ള ഊനമില്ലാത്ത ഈ ആട്ടിൻകുട്ടി ആരെയാണ് കാണിക്കുന്നത്? ഇത് പെസഹ എന്ന് പറയുന്ന ഒരു കർമ്മമാണെന്ന് നമുക്കറിയാം. ഈ പെസഹ എന്തിന് നിഴലായിരുന്നു? 1 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തുവാണ്. അപ്പോൾ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാട്, ഊനമില്ലാത്ത 1 വയസ്സുള്ള ആ കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തുവിന് നിഴലാണ്. നമുക്കറിയാം, 33.5 തിരുവയസ്സിൽ നല്ല യൗവനകാലത്തിൽ ഒരു ഊനവുമില്ലാതിരിക്കെ, ഒരു കുറ്റവുമില്ലാതിരിക്കെ കാൽവറിയുടെ കൊലക്കളത്തിൽ അവിടുന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. അന്ന് ഒരാടിൻ്റെ രക്തമാണ് അവരെ സംരക്ഷിച്ചതെങ്കിൽ ഇന്ന് നമ്മെ സംരക്ഷിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ്. ആ ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് പാപമോചനമുള്ളത്, പാപപരിഹാരമുള്ളത്, നീതീകരണമുള്ളത്, വീണ്ടെടുപ്പുള്ളത്. അത് ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമല്ല. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ യുഗങ്ങളിലും രക്ഷയുടെ അടിസ്ഥാനം അറുക്കപ്പെട്ട കുഞ്ഞാട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ 2026 ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ, കർത്താവ് വന്നില്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നമുക്ക് ആശ്രയിക്കുകയും ആ ക്രിസ്തുവിൽ നമുക്ക് മുറുകെ പിടിക്കുകയും അവിടുത്തെ രക്ഷയിൽ നമുക്ക് ആശ്രയിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യാം. നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തോടുകൂടി സകല യാഗങ്ങൾക്കും അവിടുന്ന് വിരാമം വരുത്തിയെന്ന് നമുക്കറിയാം. കാരണം യേശുവിൻ്റെ മരണത്തോടുകൂടി യെരുശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ ചീന്തിപ്പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സകല കർമ്മങ്ങൾക്കും, സകല ആചാരങ്ങൾക്കും, സകല അനുഷ്ഠാനങ്ങൾക്കും അവിടുന്ന് വിരാമം വരുത്തി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അന്ന് അറുക്കപ്പെട്ട പെസഹ കുഞ്ഞാടിനെ ആക്ഷരിക അർത്ഥത്തിലല്ല നമ്മൾ എടുക്കുന്നത്, ആത്മീയ അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു പെസഹ കുഞ്ഞാടിനെ നമുക്ക് മുറുകെ പിടിക്കുകയും ആ രക്തത്തിൽ ആശ്രയിക്കുകയും ചെയ്യാം. ആ രക്തത്തിലാണ് നമുക്ക് നീതീകരണം, അവിടുത്തെ ബലിമരണത്തിലാണ് നമ്മുടെ രക്ഷയുടെ ഉറപ്പെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തേത്, ഒരു കുഞ്ഞാട് അവർക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിനെ നമുക്ക് ദൈവത്തിന് സ്തോത്രം അതെ മുറുകെ പിടിക്കാം, ആ രക്ഷയിൽ നമുക്ക് മുൻപോട്ട് പോകാം എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ മറ്റൊരു വ്യത്യസ്തമായ ഒരു ആത്മീക ചിന്തയുണ്ട്. അർദ്ധരാത്രിയിലാണ് സംഹാരകൻ മിസ്രയീം ദേശത്തെല്ലാം പോയി കടിഞ്ഞൂൽ സംഹാരം നടത്തുന്നത്. അർദ്ധരാത്രിയിൽ എന്തുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ നടത്തുന്നത് എന്ന് ന്യായമായ ഒരു ചോദ്യം നിങ്ങൾക്കുണ്ടാകും. പക്ഷെ ഞാൻ ഇന്ന് അത് വിശദീകരിക്കാനായിട്ട് പോയാൽ ധാരാളം സമയം വേണ്ടിവരും. മറ്റെപ്പോഴെങ്കിലും നമുക്കത് ചെയ്യാം. അതിന് തക്കതായ ഒരു കാരണമുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ മിസ്രൈമ്യ ദേവന്മാരുടെ മേലാണ് യഹോവയാം ദൈവം ന്യായവിധി നടത്തിയത്. അർദ്ധരാത്രിക്ക് ചില പ്രത്യേകതകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാലങ്ങളിലും ചില അർദ്ധരാത്രികളുണ്ട്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ആർക്കും പ്രവർത്തിച്ചു കൂടുവാൻ കഴിയാത്ത രാത്രി വരുന്നു എന്നുള്ളതാണ്. ഞാൻ വളരെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയാം, 2025 സംഘർഷഭരിതവും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായിരിക്കും 2026. കാരണം വചനം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ വരവിനോട് നാം അടുക്കും തോറും ലോകത്തിൽ കഷ്ടതകൾ കുറയുമെന്നും പ്രതികൂലങ്ങൾ കുറയുമെന്നും സമാധാനം ഉണ്ടാകുമെന്നും ബൈബിളിൽ എഴുതിയിട്ടില്ല. കാലങ്ങൾ മുൻപോട്ട് പോകും തോറും കഷ്ടത വർദ്ധിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു എൻഡ് ടൈം, അന്ത്യകാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇനിയും കഷ്ടതകൾ വർദ്ധിക്കാൻ പോവുകയാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാൻ കഴിയാത്ത രാത്രി വരികയാണ്. പക്ഷേ മിസ്രൈമിലെ ആ സംഹാരം നടന്ന അർദ്ധരാത്രിയിലും ഇസ്രായേൽ മക്കൾ സുരക്ഷിതരായിരുന്നത് പോലെ ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം,
ക്രിസ്തുവിൽ നിങ്ങൾ അടിയുറച്ച് മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, യേശുവിനോടുള്ള കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഞാൻ ഉറപ്പായി നിങ്ങളോട് പറയുകയാണ്, ഈ അർദ്ധരാത്രിയിലും ഈ പ്രതിസന്ധിയിലും നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ കരങ്ങളിൽ, അവിടുത്തെ സംരക്ഷണ വലയത്തിന്റെ അകത്ത് നിങ്ങൾ പൊതിയപ്പെട്ടിരിക്കുമെന്നുള്ള ഒരാത്മീക ദൂത് പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഒന്ന്, നമ്മുടെ പെസഹ കുഞ്ഞാട് അത് ക്രിസ്തുവാണ്. രണ്ടാമത്തേത്, നമ്മൾ പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, 14-ാം തീയതി രാത്രിയാണ് ഈ ആട്ടിൻകുട്ടിയെ അറക്കുന്നത്. പക്ഷേ 10-ാം തീയതി തന്നെ ഒരാട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്ത് വീട്ടിൽ സൂക്ഷിക്കണം, 4 ദിവസം സൂക്ഷിക്കണം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഓടി 14-ാം തീയതി ഒരാടിനെ അറക്കാൻ വേണ്ടി ചന്തയിലെല്ലാം പോയി പിടിവലി നടത്തരുതെന്നാണ് അതിന്റെ അർത്ഥം. ദൈവം അങ്ങനെ ഒരു കാര്യം പറയാതിരുന്നെങ്കിൽ, മനുഷ്യന്റെ സ്വഭാവമല്ലേ, മനുഷ്യനെല്ലാം തക്ക സമയത്ത് അന്വേഷിക്കുന്നവരാണ്. അങ്ങനെ 14-ാം തീയതി പോയി ഓടിക്കതച്ച് ഒരാടിനു വേണ്ടി ചിലപ്പോൾ പലര് പിടിയിട്ട് കൃത്യസമയത്ത് ഇതൊന്നും നടക്കാതെ വരും. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നിനക്കൊരു മുന്നൊരുക്കം വേണം. 10-ാം തീയതി തന്നെ നീ ഇതിനെ എടുത്ത് 14-ാം തീയതി വരെ നീ അതിനെ സൂക്ഷിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ ഞാൻ പറയാം, നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് എപ്പോഴും നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്, നമുക്കൊരു സമർപ്പണം ആവശ്യമാണ്. നമുക്ക് ദൈവസന്നിധിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താ പറയുന്നത്, വളരെ ഗൗരവമായ ഒരു ആത്മീക മേഖല നമുക്ക് ആവശ്യമാണ്. കർത്താവിൻ്റെ വരവിന് പോലും നമുക്കൊരു ഒരുക്കം ആവശ്യമാണ്. കാരണം ആ ഒരു കാഹളം മുഴങ്ങുമ്പോൾ വയലിലിരിക്കുന്നവനോ വീടിന്റെ മുകളിൽ ഇരിക്കുന്നവനോ ഒന്നും അനങ്ങാൻ പറ്റാത്ത സാഹചര്യത്തെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അകത്ത് ഒരു സമർപ്പണവും ഒരു ഒരുക്കവും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു തീക്ഷ്ണതയും നമുക്കുണ്ടായിരിക്കട്ടെ. ഇതാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത്. അടുത്തത് മൂന്നാമത്തെ കാര്യം. എന്താണ് മൂന്നാമത്തേത്? അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ഒരു പെസഹ എന്ന് പറയുന്ന ഒരു കർമ്മം നിങ്ങൾ ചെയ്യുമ്പോൾ കയ്പ് ചീരയോടുകൂടെയാണ് നിങ്ങൾ പെസഹ ഭക്ഷിക്കേണ്ടുന്നത്. കയ്പ് ചീര, ഈ ബിറ്റർ ഹെർബ്സ്, കയ്പ് ചീര. എന്താണ് സത്യത്തിൽ ഈ കയ്പ് ചീര എന്ന് പറയുന്നത്? കാരണം ഇത് കഴിക്കുമ്പോൾ ഉറപ്പായിട്ട് അവർക്ക് കയ്പുണ്ടാകും, ഇല്ലേ? ഈ കയ്പ് രണ്ട് കാര്യങ്ങളെയാണ് കാണിക്കുന്നത്. ഒന്ന്, മിസ്രൈമിൽ അവർ അനുഭവിച്ച കഷ്ടതകൾ, അവർ അനുഭവിച്ച വേദനകൾ, അതെല്ലാ കാലത്തും ഓർക്കും. കാരണം ഈ പെസഹ എന്ന് പറയുന്നത് നിത്യ നിയമമായിട്ട് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കാൽവറി ക്രൂശിലും ഇത് നിവർത്തിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ കയ്പ് ചീര എന്ന് പറയുന്നത് കഷ്ടതയെ ഒന്ന് ഓർക്കുകയാണ്. എന്ത് കഷ്ടതയെ ഓർക്കണം? അതെ, മിസ്രൈമിൽ അടിമകളായി കിടന്നപ്പോൾ അവർ അനുഭവിച്ച കഷ്ടതകൾ ഓർക്കണം. ഉറപ്പായിട്ടും ഇത് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ മക്കൾ പെസഹ കഴിക്കുന്ന സമയത്ത് അപ്പനോട് ചോദിക്കുമായിരിക്കും, മാതാപിതാക്കളോട് ചോദിക്കുമായിരിക്കും, എന്തിനാണ് ഇത്ര നല്ല രുചികരമായ ഭക്ഷണത്തിന്റെ ഈ കയ്പ് കൊണ്ടുവന്നിട്ടത്? അപ്പോൾ ഉറപ്പായിട്ടും മക്കളോട് പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ എഴുതിയിട്ടില്ല. എൻ്റെ ഒരു ചിന്തയാണ്, നമ്മൾ മിസ്രൈമിൽ അടിമകളായിരുന്നു, അവിടെ വലിയ കഷ്ടതയിലും കഠിനമായ ശോധനയിലും നമ്മൾ കടന്നുപോയി. പക്ഷെ ആ സമയത്ത് ദൈവമാണ് നമ്മളെ രക്ഷിച്ചത് എന്നുള്ളതാണ്. പിന്നെ ഈ ആട്ടിൻകുട്ടിയെ തന്നെ പുഴുങ്ങാനായിട്ട് പാടില്ല, തീക്കകത്ത് ചുടണമെന്നാണ് പറഞ്ഞത്. കാൽവറിയുടെ കൊലക്കളത്തിൽ മറ്റാരും കടന്നുപോയിട്ടില്ലാത്ത അതികഠിനമായ ശോധനയിലും കഷ്ടതയിലുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നുപോയത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മരണത്തെ നമുക്കൊന്ന് ധ്യാനിക്കുകയും ആ വേദനകളെ നമുക്കൊന്ന് ഓർക്കുകയും ചെയ്ത് ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ആർക്കും നമ്മളോട് കരുണ തോന്നാതെ ഇരുന്നപ്പോൾ, ആരും നമ്മളെ രക്ഷിക്കാതെ ഇരുന്നപ്പോൾ നമ്മളെയൊക്കെ രക്ഷിച്ച് പുറത്തെടുത്ത ഒരു കർത്താവുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കിണറ്റിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഇരുന്ന ഒരാളാണ് ഞാൻ. ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കരുണയാണ്. എത്രയോ മരണകരമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ രക്ഷിച്ച് ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് നമുക്ക് സമാധാനവും ശാന്തിയും തന്നെങ്കിൽ അതിന് ദൈവസന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവരാകാം. കയ്പ് ചീരയോടുകൂടി അത് കഴിക്കുക. മൂന്നാമത്തേത്, നമ്മൾ കഷ്ടതകളെ ഓർക്കുക എന്നുള്ളതാണ്. നാലാമത്തേത് എന്താണ്? നാലാമത്തേത്, പുളിപ്പുള്ള മാവ് നിങ്ങളുടെ കൂടാരത്തിൽ നിന്ന് നീക്കണം എന്നുള്ളതാണ്. കാരണം ഫീസ്റ്റ് ഓഫ് അൺലീവൻഡ് ബ്രെഡ് എന്ന് പറയുന്ന പുളിപ്പില്ലാത്ത ഒരു പെരുന്നാള് ഈ 15 മുതൽ അടുത്ത ഈ 14 മുതൽ തുടങ്ങി 7 ദിവസം നീണ്ടു നിൽക്കുകയാണ്. ഒരു വീക്ക് ലോങ് സെലിബ്രേഷൻ ആണ്. കർശനമായ കൽപ്പനയാണ്, പുളിപ്പുള്ള യാതൊന്നും നിന്റെ വീട്ടിൽ കാണാനായിട്ട് പാടില്ല. അന്നത്തെ പുളിപ്പില്ലാത്തതിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണ് സത്യത്തിൽ പുളിപ്പ് എന്ന് പറയുന്നത്? പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഈ പുളിപ്പിനെ കുറിച്ച് പറഞ്ഞത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടഭക്തിയും
അവരുടെ ദുരുപദേശങ്ങളുമാണ്. 1 കൊരിന്ത്യർ 5-ാം അധ്യായം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 6-ാമത്തെ വാക്യം, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാതായിരിക്കുവാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവ് നീക്കിക്കളയുക. എന്താണ് ഈ പഴയ പുളിമാവ്? തിന്മയും ദുഷ്ടതയുമുള്ള പഴയ പുളിമാവല്ല, സ്വച്ഛതയുള്ള തെളിമയുള്ള പുതിയ പുളിമാവ് എന്നുള്ളതാണ്. വളരെ സിമ്പിളായി ഞാൻ നിങ്ങൾക്കത് ഒന്ന് വ്യാഖ്യാനിച്ചു തരാം. നമ്മൾ ഈ തൈര്, ഈ ഉറയൊഴിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഒരല്പം പുളി ആ ഒരു പാലിലേക്ക് നമ്മൾ ഇടുകയാണ്, ഇല്ലേ? അല്ലെങ്കിൽ തന്നെ ഒരല്പം ഈസ്റ്റ്, അല്പം ഒരു പുളിമാവ് നമ്മൾ ചേർക്കുമ്പോൾ ആ മുഴുവൻ മാവിനെയും അത് പുളിപ്പിക്കുകയാണ് എന്നുള്ളത് പോലെയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ കപടഭക്തി, തെറ്റായ ഉപദേശങ്ങൾ, ദൈവവചനത്തിന്റെ അകത്തില്ലാത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഒരു മനുഷ്യന്റെ ജീവനെ, ഒരു സമൂഹത്തെ മുഴുവനും പുളിപ്പിച്ച് കളയുന്നതാണ്. അതുകൊണ്ടാണല്ലോ എഴുതിയിരിക്കുന്നത് അസാരം പുളിമാവ് ഒരു പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകത്ത് ഒരു തരത്തിലുള്ള പുളിപ്പ് കടന്നു വരുവാൻ അനുവദിക്കരുതെന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വചനത്തിലില്ലാത്ത ഉപദേശങ്ങളും ആചാരങ്ങളും പഠിപ്പീരുകളും നമ്മുടെ ജീവിതത്തിന്റെ അകത്തേക്ക് കയറ്റുവാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത് എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ 2026 പ്രാരംഭ സമയങ്ങളിൽ വചനത്തിലൂടെ നിങ്ങളോട് പറയാം. ഞാനാകട്ടെ ആരാകട്ടെ ദൈവവചനത്തിന്റെ അകത്തില്ലാത്ത കാര്യങ്ങൾ, പ്രാക്ടീസുകൾ നിങ്ങളോട് പറഞ്ഞാൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വചനത്തിലധിഷ്ഠിതമായി ജീവിതത്തിന്റെ അകത്ത് ഭക്തി ഒരിക്കലും കപടഭക്തിയിലേക്ക് പോകാതെ സത്യസന്ധതയിലും വിശുദ്ധിയിലും ദൈവിക പ്രമാണത്തിലും യേശു ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട് സേവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് കൃപ നൽകി തരട്ടെ. ഇതാണ് 4-ാമത്തേത്. ഏറ്റവും ഒടുവിൽ വരുമ്പോൾ 5-ാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തിടുക്കത്തോടെ പെസഹ കഴിക്കണം എന്നുള്ളതാണ്. കാലിന് ചെരുപ്പിട്ടുകൊണ്ട് കയ്യിൽ വടി പിടിച്ചുകൊണ്ട് തിടുക്കത്തോടെ പെസഹ കഴിക്കണം. എന്തിനായിരുന്നു തിടുക്കത്തോടെ പെസഹ കഴിക്കണമെന്ന് അവരോട് പറഞ്ഞത്? കാരണം അവർ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് യാത്ര ചെയ്യാനായിട്ട് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ ഒന്നിൽ നമ്മുടെ കർത്താവിന്റെ വരവ് സംഭവിക്കും. നമുക്കൊരു തിടുക്കമുണ്ടാകണം, നമുക്കൊരു ഒരുക്കമുണ്ടാകണം. നമ്മൾ ഇവിടം വിട്ടു പോകാനുള്ളവരാണ്. ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവവചനത്തിന്റെ അകത്ത് അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും നമ്മുടെ പ്രത്യാശയിൽ നമുക്ക് ഉറപ്പുള്ളവരായിരിക്കാം. കർത്താവിന്റെ വരവിങ്കൽ നമ്മുടെ കണ്ണുകളെ പതിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രത്യാശയിലും ധൈര്യത്തിലും ഒരുക്കത്തോടെ അവിടുന്ന് വന്നാൽ സ്വീകരിക്കാൻ തയ്യാറുള്ളവരായി, മണവാളൻ വരുമ്പോൾ അത് അർദ്ധരാത്രിയിലാകട്ടെ, കോഴി കൂകുന്ന യാമത്തിലാകട്ടെ, സന്ധ്യയ്ക്കാകട്ടെ, ഏത് സമയത്തും മണവാളൻ വരുമ്പോൾ ആ മണവാളനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ, യജമാനനെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമുക്ക് ഒരുങ്ങി നിൽക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വർഷം മുഴുവനും മറ്റൊന്നും മനസ്സിലില്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കാത്ത് സൂക്ഷിക്കുക. ഇത് വിട്ടുപോകാതെ ഇരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അനുഗ്രഹങ്ങളും നന്മകളും എല്ലാം സമയത്ത് ദൈവം നമുക്ക് വേണ്ടി തരും. നമ്മൾ അതിൻ്റെ പിന്നാലെ ഒന്നും പോയില്ലെങ്കിലും അതൊക്കെ വരേണ്ട വഴിയിൽ നമ്മുടെ പിന്നാലെ വരും. ആമേൻ. ഗോഡ് ബ്ലെസ് യു.